ഞങ്ങളിപ്പോൾ ഉള്ളത് വെക്സ്ഫോർഡിലുള്ള ബ്ലാക്ക് വാട്ടർ ഓപ്പൺ ഫാമിലാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. ഈ പശു വീട്ടിൽ നീ ഒരു ആടിനെ ഇങ്ങനെ ജീവിതത്തിൽ കാണുന്നുണ്ടോ? എന്തോ വെള്ളാണോ? ടാങ്കാണല്ലേ? ഉമ്മ കൊടുത്ത് റബേറ്റിന് ഉമ്മ കൊടുക്ക്. ടാറ്റ കൊടുക്ക്. Bye bye. Oh, see you. See you. I want to see. Wow. See rabbit. Wow. Oh, sleepy. So sleepy. Let's go get him. അമ്മ അങ്ങ് നോക്കിയേ. അങ്ങ് നോക്കിയേ. അങ്ങ് നോക്ക്. റാബിറ്റ് അവിടെ ചൈനീസ് കാട. ഇതൊന്ന് സാധാരണ സെറ്റാണ്. ഇത് സാധാ മുട്ട. ഇത് താറാമുട്ട. ഇത് ടർക്കിയുടെ മുട്ടയാണ്. പക്ഷെ ഇത് കോസിന്റെ മുട്ട. ഇതെങ്ങനെ വാങ്ങിയിട്ട് പെസറ്റ് ഈ സാധനം. ഈ പക്ഷെ നമ്മുടെ അടുത്തേക്ക് വന്നില്ല. ഇത് പേടിയില്ല. ഇത് അവിടെ നിന്നപ്പോഴും അമ്മയുടെ അടുത്ത് പിടിക്കലട്ടോ അമ്മയിലു. കൊത്താൻ തന്നെയാണോ എന്താന്ന് ആക്കറിയാം. ഇതിന്റെ പേരെന്നാന്ന് അപ്പയ്ക്ക് അറിയില്ല. നോക്കിയിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇത് കൊത്തും. കൈയിടല്ലോ. ഇത് അപ്പൊ കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇതിപ്പോ കൊത്തണ കാണിച്ചു തരാം കേട്ടോ. ഇത് കൊത്തണ കാണിച്ചു തരാവേ. ഇത് കൊത്താൻ ട്രൈ ചെയ്യണോ? ഇതൊരു അറ്റാക്കിങ് പക്ഷിയാണ്. ഇത് കണ്ടോ? കൊത്താൻ നോക്കണോ? എൻ്റെ മുമ്പിൽ ഈ കാണുന്ന മൃഗത്തിൻ്റെ പേര് ലാമ എന്നാണ്. ഇത് പ്രധാനമായിട്ടും ഒരു ഒട്ടകത്തിൻ്റെയൊക്കെ ആ വംശത്തിൽപ്പെടുന്ന ഒരു മൃഗം. ഇതിനെ പ്രധാനമായിട്ടും ഈ തെക്കേ അമേരിക്കയിലായിട്ട് കണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചു പോയി. ഇതിനെ വെയിറ്റ് ചുമക്കാനല്ലേ, ഭാരം കൂടുതലുള്ള 75-80 കിലോയുള്ള ഭാരത്തിലുള്ള വസ്തുക്കളൊക്കെ ചുമക്കാനൊക്കെയാണ് അവിടുത്തെ നാട്ടുകാർ ഈ മൃഗത്തിനെ ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ ബന്ധുവാണ് അൽപ്പാക്ക എന്ന് പറയുന്ന വേറൊരു മൃഗം. അതിനെ പിന്നെ കാണിച്ചു തരാം. ഇവിടെ തന്നെ ഉണ്ട്. ഇതാണ് അൽപ്പാക്ക. ഇതും ഒട്ടകത്തിൻ്റെ വംശത്തിൽ തന്നെ വരുന്ന ഒരു മൃഗമാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ടെലിഫോൺ മണി ബോൾ എന്നുള്ള ഒരു പാട്ടുള്ള ആ പാട്ട് സീനിലൊക്കെ ഈ മൃഗത്തിനെ കാണിക്കുന്നുണ്ട്. ഇത് അധികം പ്രായമൊന്നുമില്ല കേട്ടോ. ചെറിയ കുതിര കുട്ടികളാണിത്. പിന്നെ നല്ല കട്ടിയുള്ള രോമങ്ങളൊക്കെയുണ്ട്. നല്ല രസമുണ്ട്. എൻ്റെ പുറകിൽ മയിലുകളാണ്. ഞാൻ ആദ്യമായിട്ടാണ് അയർലൻഡിൽ മയിലുകളെ കാണാൻ. ഞാൻ ഓർത്ത് അയർലൻഡിലൊന്നും മയിലുകളെ കാണാൻ പറ്റില്ലെന്ന് ഓർത്ത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ല പീലിയുള്ള മയിലുകളെ കാണാൻ പറ്റി. പക്ഷെ പീലി വിടർത്തിയില്ല. കുഴപ്പമില്ല, എന്തായാലും കാണാൻ പറ്റിയല്ലോ. നമ്മുടെ അവിടുത്തെ നാടൻ കോഴികളെ പോലെയുള്ള കുറേ കോഴിക്കൂട്ടങ്ങൾ. അടിപൊളി ഒരു ഫാമാട്ടോ. അതാണ് ഡെക്കോട് വാവാന്ന് പറഞ്ഞേ. ഇങ്ങോട്ട് വരാൻ പറ. വാവാന്ന് പറ. ഇതാരാ അമീലു? ഇതാണ് ഡെക്ക്. ക്വാക്ക് ക്വാക്ക്. എൻ്റെ പുറകിൽ കുറച്ച് ചെമ്മരിയാടുണ്ട്. അതിൻ്റെ പേര് ജേക്കബ് ഷീപ്സ് എന്നാണ്. അതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ചെമ്മരിയാടുകൾക്കൊക്കെ 2 കൊമ്പൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. ഇതിന് 4 മുതൽ 6 വരെ കൊമ്പുകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്.
ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ജന്മദേശം സിറിയാണ്. 3000 വർഷം മുമ്പ് തൊട്ടുണ്ടായിരുന്ന ഇനം ആടുകളാണിത്. അപ്പോൾ ഇതിനെ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇറച്ചിക്ക് വേണ്ടിയിട്ടും പിന്നെ കമ്പിളി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ചെമ്മരിയാടുകളെ പ്രധാനമായിട്ടും നമ്മൾ വളർത്തുന്നത്. പിന്നെ ഇതിൻ്റെ കൊമ്പുകൾ ഉപയോഗിച്ച് ബട്ടണുകളൊക്കെ നിർമ്മിക്കാൻ പറ്റുമെന്നാണ് അതിൽ എഴുതി വെച്ചേക്കുന്നത്. അത്യാവശ്യം നല്ല സൈസുള്ള ആടാണ്. ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, ബാക്കി എല്ലാവരും പോയിട്ടോ. ഞങ്ങൾ മൊത്തം പറമ്പിക്കട നടന്ന് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പിള്ളേരൊക്കെ പോയി. ഇനിയിപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ മൊത്തം കാലിയായിട്ട് കിടക്കുക. ഇനി ലാസ്റ്റ് ഇവിടുത്തുകാർ ഞങ്ങളെ ഓടിച്ചു വിട്ടാലാന്ന് തോന്നുന്നു ഞങ്ങൾ പോകുള്ളൂ. ടിക്കറ്റ് പൈസ എങ്ങനെയെങ്കിലും മുതലാക്കണ്ടേ, അപ്പോൾ മാക്സിമം ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യും, അത്രേ ഉള്ളൂ. ഓടിക്ക്, സ്റ്റിയറിംഗിൽ പിടിക്കാൻ മീലു, സ്റ്റിയറിംഗിൽ പിടിച്ചോടിക്ക്. ആ സ്റ്റിയറിംഗിൽ പിടിച്ചോടിച്ചോ. അങ്ങനെ ഇതേപോലത്തെയൊക്കെ വണ്ടി ചെറുപ്പത്തിൽ കിട്ടാനായിട്ട് കുറേ ആഗ്രഹിച്ച, പക്ഷെ അന്നൊന്നും നടന്നില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്, നമുക്കിതൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അന്നത്തെ കാലത്ത്. എന്തായാലും ഇപ്പോഴത്തെ പിള്ളേരെങ്കിലും എൻജോയ് ചെയ്യട്ടെ ശരിക്കും. അമീലോ, ഇതെന്താ താഴ്ത്തിട്ടങ്ങനെ വിറക് കഷ്ണം. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോവാണ്. എന്താണേലും വളരെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കൊച്ചും ഞങ്ങളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.